നമുക്ക് ഒരു പ്രധാനമായി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു റോ മെറ്റീരിയൽ ബാങ്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി റോ മെറ്റീരിയൽ ബാങ്ക് ഉണ്ട്. അത് നമുക്കൊരു എന്ത് സംരംഭം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്, ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ് നമുക്ക് റോ മെറ്റീരിയൽ ലഭിച്ചില്ലെങ്കിൽ ആ പ്രോസസ്സ് നിൽക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റോ മെറ്റീരിയൽസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് റോ മെറ്റീരിയൽസ് ഒരു ബാങ്ക്, ഈ മേഖലയിലെ എല്ലാ സംരംഭങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഒരു റോ മെറ്റീരിയൽ ബാങ്ക് കണ്ടെത്തുന്നൊരു നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ അത് ആ ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ഗവൺമെന്റിൽ നിന്നും കൂടുതൽ കളിമണ്ണ് കിട്ടാനുള്ള ലഭ്യമാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പലരും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു. അത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരുപാട് കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രോഡക്റ്റ് വിൽക്കപ്പെടാതെ നിൽക്കും. കാരണം നമ്മുടെ ജനറേഷൻ, നമ്മുടെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേഗത്തിൽ പോകുന്ന തലമുറയാണ്. നമ്മൾ 10-30 വർഷം പഠിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും വെറും മൺപാത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. എപ്പോഴാണ് മൺപാത്രങ്ങൾ അപ്രത്യക്ഷമായത്? ഈ ഗ്യാസിന്റെ വരവോട് കൂടിയാണ്. ഗ്യാസ് വന്നു, അലൂമിനിയം പാത്രം വന്നു, സ്റ്റീൽ പാത്രം വന്നു, അല്ലേ, പ്രഷർ കുക്കർ വന്നു, പിന്നെ എന്താണ് നമ്മുടെ ടെഫ്ലോൺ കോട്ടിങ്ങുള്ള പാത്രം വന്നു. പക്ഷെ ഇപ്പം ടെഫ്ലോൺ തന്നെ പോയി കാസ്റ്റാണ് ഉപയോഗിക്കാൻ തുടങ്ങി, സ്റ്റീലിലേക്ക് മാറി. അങ്ങനെ ക്രമേണ മൺപാത്രം ജനങ്ങൾക്ക് ഒരു ആരോഗ്യത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുറേ ചിന്തിക്കാൻ നമ്മൾ പിന്നും പുറകോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ ഇപ്പം നമ്മൾ അധികം പേരും ഭക്ഷണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും, അല്ലേ? വളരെ കുറവ് ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാവരും ജോലി ചെയ്യുന്നു, പിന്നെ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ മൺപാത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം മനസ്സിലാക്കുക വീട്ടിലുള്ള മൺചട്ടികൾ. നമ്മൾ അതിന് മാറണം. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റുകളിൽ മാറ്റം വരുത്തിക്കണം. ഇപ്പൊ എനിക്കറിയുന്ന ഒരു സംരംഭമുണ്ട്, PK സ്റ്റീൽ എന്ന് കോഴിക്കോട് കേട്ടോ. സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് അദ്ദേഹം നടത്തുന്നത്. PK സ്റ്റീൽ ഇൻഡസ്ട്രി, PK സ്റ്റീൽ തന്നെ. അദ്ദേഹം എത്രയോ വർഷമായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രി നടത്താണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഈ സ്റ്റീലിലേക്ക് പോയില്ല. അദ്ദേഹം മാറി ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ ഇതുപോലെ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ പരമ്പരാഗത ഉൽപ്പന്നമാണെങ്കിലും പ്രോഡക്റ്റിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരണം. പല ഗവേഷണങ്ങളും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓടിന്റെ മൺപാത്രത്തിന്റെ കുക്കർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പൊ എല്ലാവരും നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് പാചകം ചെയ്യാൻ കുക്കറില്ല. 2-3 വിസിലടിച്ചാൽ പെട്ടെന്ന് എല്ലാവരും ഫാസ്റ്റ്, എല്ലാവരും ജോലിക്കാരാണ്, അല്ലേ? ഇപ്പൊ വീട്ടമ്മമാരായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ, എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അപ്പം നമ്മൾ സാവധാനം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു മേഖല മാറിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാവരും വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിട്ട് പോയി. ഇപ്പം ഈ മൺപാത്രം ഉണ്ടാക്കുന്ന അച്ഛനമ്മ ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ മക്കൾ മൺപാത്രം ഉണ്ടാക്കുന്ന ഇപ്പം ഒരു കാലത്തിൽ വിചാരിക്കുന്നതല്ല. എൻ്റെ മക്കൾ ഇതുപോലെ അതിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടി മൺപാത്രം ഉണ്ടാക്കാനായി എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിട്ടൊന്നും എൻ്റെ മക്കള് ജോലി ചെയ്യേണ്ട, മക്കൾക്ക് പറ്റുന്ന മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കും, മക്കളുടെ രീതിയിൽ വളരും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരും. ഒരിക്കലും ഒരു പാരന്റ്സും വിചാരിക്കില്ല ഞാൻ ആ കഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ മക്കളെ കഷ്ടപ്പെടുന്നു. ഏതൊക്കെ പാരന്റ്സ് വിചാരിക്കും? ഒരിക്കലും. അപ്പൊ അത് ഇതിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന് കാരണമാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് യങ് ജനറേഷൻസ് ഒന്നും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ല. പിന്നെ വേറെ വെച്ചാൽ നമ്മുടെ സ്കില്ലിലെ അപ്ഗ്രഡേഷൻ, മെക്കനൈസ് ചെയ്യണം. നമ്മൾ പരമ്പരാഗത മാറിയിട്ട് മെക്കനൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾക്ക് മാറണം. പിന്നെ നമുക്കും നമ്മുടേതായ സ്കില്ല്, പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മൺപാത്രങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഈ ഇതിലേക്ക് കൊണ്ടുവരണം. ഏത് ഇതിലാണെങ്കിൽ കൊണ്ടുവരണം. അപ്പൊ അതിനുള്ള സ്കിൽ ഡെവലപ്മെന്റ്, സ്കിൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവും. ഇപ്പൊ സ്കിൽ അപ്ഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ PM വിശ്വകർമ്മ എന്നുള്ള ഒരു സ്കീം കൊണ്ടുവന്നത്. അത് 18 മേഖലയിലുള്ള തൊഴിലാളികൾക്ക്, ട്രേഡേഴ്സിന് അതിലൊന്നും മൺപാത്രത്തിൽ പോകണം. പിന്നെ പായ നിർമ്മാണം, ഇതിലൊക്കെ ഉള്ള സ്കില്ല് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് 15 ഒരു ടൂൾ കിറ്റ്
വാങ്ങിക്കാൻ വേണ്ടി മാത്രം 15,000 രൂപ വരെ പിന്നെ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് PM വിശ്വകർമ്മ സ്കീം. അപ്പോൾ അതിൽ ഒരു 6 to 7 days ഇവർക്ക് സ്കിൽ അപ്ഗ്രഡേഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറ്റേക്ക് റോ മെറ്റീരിയൽ വാങ്ങാനുള്ള ഒരു 2 lakhs വരെയുള്ള ഒരു പിന്നെ ബാങ്ക് സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മൺപാത്രങ്ങളാണ് പിന്നെ ഉള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് വായ്പ കൊടുക്കാൻ ഒരു ബാങ്കും തയ്യാറല്ല. എന്തുകൊണ്ടാണ് വായ്പ കൊടുക്കാത്തത്? ബാങ്ക് ഒരാൾക്ക് വായ്പ കൊടുക്കണമെങ്കിൽ ബാങ്കിന് നിർബന്ധമാണ് ആ വായ്പ തിരിച്ചു കിട്ടും. അപ്പൊ ഇവർ ഈ മൺപാത്രത്തിന്റെ പ്രോഡക്റ്റുകൾ വിറ്റിട്ട് വേണം ഇവരുടെ വായ്പ തിരിച്ചെടുക്കും, ബാങ്കിന്റെ വായ്പ തിരിച്ചെടുക്കും. അപ്പൊ ബാങ്കിന് അതൊരിക്കലും പിന്നെ ബാങ്ക് പിന്നെ ഒരു ഫീസിലായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ പാത്രം എത്രത്തോളം വിറ്റഴിക്കപ്പെടുന്നവർക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ കാലഘട്ടത്തിലെ ബാങ്കുകാർക്ക് അത് പിന്നെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അതുകൊണ്ടാണ് മിക്ക ബാങ്കുകളും മൺപാത്ര നിർമ്മാണ യൂണിറ്റുകൾക്ക് ഈ ബാങ്ക് ലോൺ കൊടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ സംരംഭത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാം, ഏത് സംരംഭമാണ്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ മാർക്കറ്റ് കണ്ടെത്താനും നമ്മുടെ ഈ മൺപാത്ര നിർമ്മാണത്തിൽ മൺപാത്രമല്ല ഈ 4 മേഖലയിലുള്ള ഈ പ്രവർത്തികൾക്കും പരമ്പരാഗത പ്രവർത്തികൾക്കും നമ്മൾ പിന്നെ മാർക്കറ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ കൂട്ടായ്മയോട് പ്രവർത്തിച്ചാൽ മാത്രമേ മാർക്കറ്റ് കിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ മാർക്കറ്റ് കിട്ടുക എന്നത് നമ്മൾ ഗിരീഷ് സാർ പറഞ്ഞ ഏതെങ്കിലും ഒരു കോമൺ ബ്രാൻഡിലേക്ക് വേണം. നിങ്ങളുടെ പാത്രങ്ങൾ ഏതെങ്കിലും കോമൺ ബ്രാൻഡിലേക്ക് വന്ന് ഈവൻ ഓൺലൈൻ മാർക്കറ്റിംഗ് പോലും ഓൺലൈനിലൂടെയും കൂടി ഇപ്പം നമ്മൾ പറയാം നമ്മൾ തന്നെ ഇപ്പം ഈ കുട്ടികൾ തന്നെ പിന്നെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് പിന്നെ പല പ്രോഡക്റ്റുകളും ഓൺലൈൻ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഇത് വാങ്ങുന്നവരായിരിക്കും. നമ്മളെല്ലാവരും അതൊക്കെ നമ്മുടെ ഒരു ലൈഫിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്തും ഓൺലൈൻ വാങ്ങാന്നുള്ളത്. പക്ഷേ മൊബൈൽ എടുക്കണം, കുത്തണം, പേയ്മെന്റ് ചെയ്യണം, സാധനം ഇവിടെ വീട്ടിലേക്ക് എത്തിക്കണം, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ആ രീതിയിലൊക്കെ അപ്പം ഇതിലൊക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ സ്കിൽ അപ്ഗ്രേഷൻ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് പിന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ ചട്ടികൾക്കൊന്നും പഴയ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയുന്നില്ല. ഞാൻ മിന്നാന്ന് പിന്നെ കഴിയാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും മൺപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. 5-6 ചട്ടികൾ, കറികൾ എപ്പോഴും മൺചട്ടിത്തിൻ്റെ വെക്കും. അപ്പോൾ വെക്കുമ്പോൾ ചട്ടിയിലുള്ള ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വൈഫിൽ പൊട്ടീന്. അപ്പോൾ അത് ശരിക്കും ചൂടയിൽ വെച്ച് ഉപയോഗിക്കാത്തവരാണ് പൊട്ടിപ്പോകുന്നത്. അപ്പം അന്നുണ്ടാക്കുന്ന അത്രയും സ്ട്രോങ് ഇപ്പോഴത്തെ അതിന് ക്വാളിറ്റി മോശമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ ഒരിക്കലും പിറ്റേ ദിവസം പ്രോഡക്റ്റ് വാങ്ങിക്കില്ല. ഞാനൊരു ദിവസം സിവിൽ സ്റ്റേഷൻ നടന്നു പോകുമ്പോൾ ഒരു ചേച്ചിയാണ് ഉണ്ണിയപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി ഒരു സാറേ ഉണ്ണിയപ്പം കൊണ്ടുവന്നു. ഞാൻ വാങ്ങിച്ചു, ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റ്. ഞാൻ 2 ദിവസം വീണ്ടും പോയപ്പോൾ ടേസ്റ്റ് വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ 3 ദിവസം വാങ്ങിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് വെറുതെ നമ്മൾ പലരും ഇങ്ങനെ നിലവിളിക്കും, മാർക്കറ്റ് കിട്ടുന്നില്ല. അതല്ല, നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാർക്ക് ആകർഷണീയമായിരിക്കണം. അത് വളരെ കുഴപ്പമില്ല. പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പിന്നെ മൺപാത്ര പ്രവർത്തനാണെങ്കിൽ അദ്ദേഹത്തിന് സ്കില്ല് ഉണ്ടാവണം, സ്കിൽ അപ്ഗ്രഡേഷൻ ഉണ്ടാവണം. നമ്മൾ ഇതൊക്കെ സ്കിൽ ലാബേഴ്സ് ആണ്. നമുക്കൊരു പിന്നെ പരമ്പരമായി കിട്ടുന്ന സ്കില്ലുണ്ട്. ആ സ്കില്ല് ഉപയോഗിച്ചാണ് ഇവർ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പം ആ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മള് ആ സ്കില്ലില്ലാത്തവരുണ്ടാക്കുന്നതും സ്കില്ലുള്ളവരുണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമായിരിക്കും. കൃത്യമായിട്ട് മണ്ണിന് പാട്ട് വേണം, റോ മെറ്റീരിയൽ പാട്ട് നിർബന്ധമാണ്. നമുക്ക് പഴയ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ കിട്ടണമെന്നില്ല. നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് റോ മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് ഘടകമാണ്, അതിന്റെ മെഷീനറി ഇമ്പോർട്ടന്റ് ഘടകമാണ്, ആ മെഷീനറിയിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സിന്റെ സ്കില്ല് ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ ഇത് മൂന്നും നല്ല രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടും, അല്ലേ? നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ടീച്ചേഴ്സ് മോശമാണെങ്കിലോ നമുക്ക് എക്സാം നല്ല മാർക്ക് കിട്ടുമോ? പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഇൻപുട്ട് നല്ലതായിരിക്കണം. ഇൻപുട്ട് നല്ലതാണ് മാത്രമേ ഇൻപുട്ടും ആ പ്രോസസ്സിംഗും ടീച്ചർ പഠിച്ചിട്ട് മാത്രമേ കാര്യമുണ്ടോ?
നമ്മൾ വീട്ടിൽ പഠിച്ചില്ലെങ്കിലോ മാർക്കിട്ടില്ല. അപ്പൊ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടി ഇക്വിലിബ്രിയത്തിൽ പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടൂ. അപ്പൊ എന്റെ വൈഫ് ഒരിക്കലും ആ ചട്ടി വാങ്ങിച്ചാൽ ഏറ്റെടുത്ത് ചട്ടി വാങ്ങിക്കില്ല. അത് ആ ഒരു ക്വാളിറ്റി പ്രശ്നമാണ്. അപ്പൊ നമ്മള് ഈ മാർക്കറ്റ് കണ്ടെത്താൻ വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാ പ്രോഡക്റ്റും കാരണം വെച്ചാൽ നമുക്ക് പിന്നെ ഒരുപാട് പ്രോഡക്റ്റുകളോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഒരിക്കൽ ഒരു സംരംഭം, ഒരു പുതിയ സംരംഭം പറഞ്ഞു, ഒരു ഒരു സംരംഭം തുടങ്ങുന്നു. ഞാൻ സമയം ജസ്റ്റ് അപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം എനിക്കൊരു ബാത്ത് സോപ്പ് ഉണ്ടാക്കുന്നൊരു സ്ഥാപനമാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാ എന്നിട്ട് പറയാമോ. പുള്ളി പോയിട്ട് വന്നു. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കിയത്, അപ്പൊ ഞാൻ ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണം നടത്തുന്നില്ല. കാരണം എന്താണ്, അവിടെ 10,000-ഓളം സോപ്പുകളുണ്ട്. ഈ സോപ്പുകളാണ് നമ്മൾ കിടന്ന് മത്സരിക്കുക. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തണമെങ്കിൽ ഈ ഇത്രയും 1000-ഓളം സോപ്പുകളെക്കാട്ടിയും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എൻ്റെ ഒരു സോപ്പിൽ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എപ്പോഴെങ്കിലും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മാറ്റേ ചെയ്യണം. നമ്മളൊരു സാധനം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട പിന്നെ ആ സാധനം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും മറ്റേതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചു അറിയാം. അത് പെട്ടെന്ന് കുക്ക് ചെയ്ത് 10 മിനിറ്റോട് കുക്ക് ചെയ്ത് പെട്ടെന്ന് കഴുകിയെടുക്കാം അല്ലെ, അടുത്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഞാൻ ചിലപ്പോൾ എൻ്റെ വൈഫിൽ ആരും പണി തന്നെ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോകും. അവർക്ക് 7-8 മണിക്ക് ഓഫീസിൽ പോകണം, ചെയ്ത് കണ്ടാലും എനിക്ക് അങ്ങനെ ചീത്ത പറയണ്ടോ. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ 8 മാസം ചെയ്യാണ്. മൺപാത്രം ഈ സ്പീഡ് കിട്ടോ, സ്പീഡ് കിട്ടില്ല. പക്ഷെ മൺപാത്രത്തിന്റെ പിന്നെ മേന്മ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്നില്ല. അതാണ് അതിന്റെ മേന്മ അറിയണം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പിന്നെ അവയർനെസ് നമ്മുടെ ജനങ്ങളിൽ എത്തണം. മൺപാത്രം ഉപയോഗിച്ചുള്ള ഗുണം എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മൺപാത്രത്തിന്റെ മാർക്കറ്റ്, ഈ മൺപാത്രം നിങ്ങൾ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കണം. അതിന് എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൂട്ടമായി ആലോചിച്ചാൽ മാത്രമേ നമുക്കൊരു സ്ട്രാറ്റജി കിട്ടുള്ളൂ. കൂട്ടമായിട്ടുള്ള ഒരു പിന്നെ അതിനൊരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് സാറ് പറഞ്ഞ പോലെ ഒരു കോമൺ ബ്രാൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. കുറച്ചെങ്കിലും മാർക്കറ്റ് എത്തിക്കും. മാർക്കറ്റ് എത്തിയാൽ പിന്നെ ക്രമേണ നമുക്ക് മാർക്കറ്റ് ലഭിച്ചുകൊള്ളും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഈ മേഖലകളെ രക്ഷപ്പെടുത്താൻ. വെറുതെ പിന്നെ ഗവൺമെന്റ് ഒരുപാട് സാമ്പത്തിക സഹായം വേണമെന്ന് മുറവിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളായിട്ട് സംരംഭം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. ചില ആളുടെ സബ്സിഡിക്ക് വേണ്ടി മാത്രം സംരംഭം നടത്താറുണ്ട്. ഗവൺമെന്റ് സഹായം, എന്ത് സഹായം കിട്ടുമെന്ന് ചോദിച്ചില്ല. സംരംഭം തുടങ്ങാൻ വരുന്നത് പക്ഷെ ചോദിക്കാതിരുന്ന എനിക്ക് എന്ത് സഹായം കിട്ടും ഗവൺമെന്റ് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് സഹായം വേണ്ട സംരംഭങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ, ചില മെന്റാലിറ്റി ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ മേഖലയിൽ നമ്മുടെ ഭാഗത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് വേണം ഗവൺമെന്റ് സപ്പോർട്ട്. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് സിസ്റ്റം, ഗവൺമെന്റ് എല്ലാത്തിനും ഒരു പരിമിതി ചെയ്യുന്നത്, എല്ലാത്തിനും പരിമിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പിന്നെ മേഖലകളിലും ഇങ്ങനെ വാരിക്കോടി സഹായമൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ചെറിയ സ്കീം എടുക്കുന്ന ആശ പോലത്തുള്ള സ്കീം, അതുപോലെ ചെറിയ ടൂൾ കിറ്റിന്റെ ചെറിയ അത്രയും പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവുള്ള ഒരു പിന്നെ സംരംഭമാണ് ഈ മൺപാത്രം നിർമ്മാണം. ടൂൾസ് ഒക്കെ വളരെ ചെറുതാണ്. പിന്നെ അവർക്ക് വേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ്. മെറ്റീരിയൽ, ഈ റോ മെറ്റീരിയൽ വാങ്ങാനുള്ള പൈസയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ പിന്നെ ഈ PM വിശ്വകർമ്മ പോലുള്ള സ്കീമുകൾ ഉപയോഗിക്കാം. പിന്നെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖല, പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിമണ്ണ് ലഭ്യമാക്കണം. നല്ല ക്വാളിറ്റിയുള്ള കളിമണ്ണ് ലഭ്യമാക്കുക. സ്കിൽ അപ്ഗ്രേഡ് ചെയ്യും. ഈ വർക്കേഴ്സിന്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ നടത്താം. പിന്നെ ടെക്നോളജി നമ്മൾ മാറാം. നമ്മൾ നിലവിലുള്ള പരമ്പരാഗതമായ ടെക്നോളജി പറ്റി പുതിയ ടെക്നോളജി, ആ ടെക്നോളജിയിലേക്ക് മാറിക്കൊള്ളും. ടെക്നോളജി മാറുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി വരും. ടെക്നോളജിയും പിന്നെ നമ്മുടെ ക്വാളിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ട ഒരു കൂട്ടായ പ്രയത്നം പിന്നെ ഈ മേഖലകളുടെ ഭാഗത്തുണ്ടാവണമെന്ന് എനിക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ പറഞ്ഞതിന് എന്തെങ്കിലും സംശയമോ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണോ, അങ്ങനെ എന്തെങ്കിലും വേണോ ചോദിക്കാം.
പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം മൺപാത്രം നിർമ്മിക്കുന്ന തൊഴിലാളികൾ നേരിടുന്നത് എന്താന്ന് വെച്ചാല് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ഈ ഒരു പാത്രങ്ങൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, കാരണം അവ വളരെയധികം സൗജന്യവും അതുപോലെ തന്നെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ വഴി നമുക്ക് എങ്ങനെ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എങ്ങനെ നമുക്ക് ഈ ഒരു പ്രചരണം നടത്താം, അല്ലെങ്കിൽ ആ ഒരു വിൽപ്പന നടത്താം, അത് എത്രമാത്രം പ്രാവർത്തികമായിരിക്കും എന്ന് പറയാമോ? ഇത് ഇപ്പൊ മോൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു സംരംഭകന്റെ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യമാണോ? നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നവമാധ്യമങ്ങളുണ്ട്. നവമാധ്യമങ്ങൾ വഴി നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു യുഗമാണ്. അപ്പൊ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ആ ഒരു സാധ്യത നമ്മൾ ഈ സംരംഭത്തിലേക്ക്, നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളിപ്പോ വിദ്യാഭ്യാസം കുറഞ്ഞവരും പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളവരും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ളവരും എല്ലാം ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൂത്താമ്പുള്ളി ഗ്രാമം നിങ്ങൾക്കറിയാം. കൂത്താമ്പുള്ളി ഗ്രാമത്തിൽ എല്ലാ നെയ്ത്ത് തൊഴിലാളികളും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അവര് വീട്ടിലിരുന്നിട്ടാണ് അവരെ മാർക്കറ്റിംഗ് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനുകൾ അവര് എന്താ പറയുക, ഹാൻഡ്ലൂം ഡ്രസ്സുകളിൽ, സാരികളിൽ ഈ ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന് ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ആ ചെയ്തു കൊടുക്കുന്ന ആ ഒരു വർക്കിന്റെ ഒരു ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഇത്തിരി കോസ്റ്റ്ലി ആണ്. പക്ഷെ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഉണ്ടാവും. അത് കുറച്ചൊരു അപ്പർ ക്ലാസ്, അതായത് ഒരു എന്താ പറയാ, ഒരു സാമ്പത്തികം വരുന്ന ആൾക്കാരാണ് കൂടുതൽ ഇപ്പൊ അങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. ഹാൻഡ്ലൂമില് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മറ്റേ ക്ലോത്തിന് വില കൂടുതലുള്ള കാരണമുണ്ട്. ഇപ്പൊ ഈ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഈ കാവ്യ മാധവൻ അങ്ങനെയുള്ള ഫിലിം ആക്ടേഴ്സിനും ആക്ട്രസിനും ഒക്കെയാണ് അവര് സപ്ലൈ ചെയ്യുന്നത് ഡ്രസ്സുകൾ. എന്തെങ്കിലും ഒക്കേഷൻ വന്നാൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നു, ഇവരെ ഒരു ഡിസൈൻ ഇവർ ചെയ്തു കൊടുക്കുന്നു. ഇവർ ഡിസൈൻ ചെയ്തു കൊടുക്കുന്നു, അത് അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇവർ പറയുന്ന പ്രൈസാണ് അതിന് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഹാൻഡ്ലൂമിന്റെ സാരിയാണ്. ഹാൻഡ്ലൂമിന്റെ സാരി 5000 രൂപയ്ക്ക് കിട്ടും, 10000 രൂപയ്ക്ക് കിട്ടും, 2000 രൂപയ്ക്ക് കിട്ടും, 1000 രൂപയ്ക്ക് കിട്ടും. ഇവര് എന്താ ചെയ്യുന്ന ഈ ഡിസൈൻ ഇവരങ്ങ് ഇതിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ, ഇവരെ പ്രൊഡക്റ്റിലേക്ക് സാധാരണ ഹാൻഡ്ലൂം സാരിയിലേക്ക് കൊടുക്കുമ്പോൾ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയി അതിന്റെ വാല്യൂ. അപ്പൊ അതെന്ന് പറയുന്ന ഒരു സ്കില്ലാണ്, അത് നമ്മൾ മാർക്കറ്റിംഗ് സ്കില്ലാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ നമ്മുടെ കേരളത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഏകദേശം 3.5 കോടിയിൽ മേലെ ജനങ്ങളുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് സാധ്യതയാണ്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിലും അതെങ്ങനെ നമ്മൾ ഇറക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റ് നമ്മുടെ മുന്നിൽ എടുക്കുക. ആ മാർക്കറ്റിലേക്ക് നമുക്ക് എങ്ങനെ പെനിട്രേറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ അതിനകത്തേക്ക് കയറാം, നമ്മൾ എങ്ങനെ അതിനകത്തൊരു എന്താ പറയുക, ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ മോൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് നമ്മൾ ഡയറക്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കും. പിന്നെ ചെയ്യേണ്ടത് ആരാ? സംരംഭകരാണ്, ചെയ്യേണ്ടവരാണ് ചെയ്യേണ്ടത്. അപ്പൊ അവര് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകൾ, ഇവർക്ക് ഏത് മേഖലകളെ കുറിച്ച് എന്തെങ്കിലും സംവിധാനങ്ങളെ കുറിച്ച് അറിവ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏജൻസികളെ സമീപിക്കാം. ഇപ്പോൾ DIC വ്യവസായ വകുപ്പ് പോലത്തുള്ള നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളെ സമീപിക്കാം. നമുക്ക് കിട്ടാവുന്ന അറിവുകളെല്ലാം നമ്മൾ അവർ പകർന്നു കൊടുക്കും. ഇനി കൂടുതൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും സംരംഭകർ തന്നെയാണ്. നമ്മുടെ ഒരു കോമൺ ഇപ്പൊ ഈ പോട്ടറി ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഈ ലോഹ നിർമ്മാണം, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ
പാത്ര നിർമ്മാണം മറ്റേ ഓട്ടുപാത്രത്തിന്റെ കേസൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ കൺവെൻഷൻ ആയിട്ടുള്ള, അതായത് നമ്മൾ പോകുമ്പോൾ കാണാം റോഡ് സൈഡിൽ കൂട്ടിയിട്ട് വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിബിഷൻ വരുമ്പോൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ്, അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ ചിന്തിപ്പിക്കാനുള്ള മരുന്നുകൾ കുറെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുള്ളൊരു എന്താ പറയാ, ഒരു വിഭാഗം അത്തരത്തിലുള്ള ആ ഒരു അറിവുകൾ ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എന്താ പറയാ, വരുന്ന ഭാവിയില് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇത്തരത്തില് ഇപ്പൊ ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമൈസറായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു മാസം എങ്ങനെ പോയാലും ഇത്തരത്തിലുള്ള സീസണിലെന്ന് പറയുമ്പോൾ ഒരു 3-4 ലക്ഷം രൂപ വരെ വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അതും ഈ മേഖലയിൽ നിന്ന് ഉള്ള ആൾക്കാരാണ്. കൈത്തറി എന്ന് പറയുമ്പോൾ ഒരു പരമ്പരാഗത മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പിന്നെ എറണാകുളത്ത് കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, കര, കേട്ടിട്ടുണ്ടോ? അവര് ഇപ്പോ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ ഹാൻഡ്ലൂം ക്ലോത്ത് ആണ് കൂടുതൽ ചെയ്യുന്നത്. തോർത്തുമുണ്ടാണ് അവർ ആദ്യം ചെയ്തിരുന്നത്. അവർ തോർത്തിന് അമേരിക്കയിൽ ഒരു ഡിമാൻഡാണ്. അവരവിടെ മാർക്കറ്റ് കണ്ടെത്തി, മനസ്സിലായോ? അപ്പോ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഇവിടെ ചെയ്താലും അതിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഇൻപുട്സും അതിന്റെ പ്രോസസ്സിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നതിനുള്ള അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇത്തരത്തിലുള്ള വിജയിച്ച സംരംഭങ്ങളും വിജയിക്കാത്ത സംരംഭങ്ങളും രണ്ടും നമ്മൾ കാണണം. എന്തിനാണ് നമ്മൾ വിജയിച്ച സംരംഭങ്ങൾ കാണുന്നത്? അത് വിജയിച്ചതിന്റെ പാഠങ്ങൾ പഠിക്കാനായിട്ട്. വിജയിക്കാത്ത സംരംഭം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ വിജയിക്കാതിരുന്നതെന്ന് പഠിക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെല്ലാം നമ്മൾ നമ്മുടെ പരിശീലന പരിപാടികളിലൂടെയെല്ലാം നമ്മൾ അറിവ് പകർന്ന് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ പുതിയ പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള അവബോധം കൊടുക്കുന്നുണ്ട്. അവരെ എത്രത്തോളം അത് ഇൻഡിവിജ്വൽ ആയിട്ട് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിനൊരു വിജയം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിലേക്ക് മാറാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ കാണിക്കണം. ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, അത്തരത്തിലുള്ള ഒരു മാറ്റം അവർക്ക് വരുത്താൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെല്ലാം തീർച്ചയായിട്ടും അത്തരത്തിൽ എന്താ പറയാ, അവരൊരു കോമൺ ഈ എന്താ പറയാ ഈ പരസ്പരം ഇടപഴകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായിട്ട് ഇടപഴകുക. ഒറ്റയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായി പ്രവർത്തിക്കുമ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ആ പ്രവർത്തനങ്ങളെ എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസ് എല്ലാം ഈ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഫുർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പരമ്പരാഗത മേഖലയിലുള്ള ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന സ്കീമാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്കീമുകളിലേക്ക് ഇപ്പോൾ കുറെ ആർട്ടിസാൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ പ്രസക്തമായ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. അതിലില്ലാത്തത് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ. എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നതിനെ പറ്റി നമ്മളിവിടെ സംസാരിച്ചു. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ആവശ്യമായ ഈ റിസോഴ്സസ് നമ്മുടെ നേച്ചറിൽ തരുന്നത്, ഈ നേച്ചറിൽ ഈ പ്രൊഡക്ഷൻ ആവശ്യമായ റിസോഴ്സസിനെ സംരക്ഷിക്കാനുള്ള എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കളിമണ്ണ് എന്ന് പറയുന്നത് ഈ നല്ല കുറെ കാലങ്ങളായി കൃഷി ചെയ്യുന്ന വയലുകളിലത്തെ ഹോമോജീനിയസ് ആയിട്ടുള്ള മണ്ണാണ്. ആ മണ്ണ് ലഭിക്കാതെ വരുന്നത് ആ കൃഷിയിടത്തിലെ മണ്ണ് മലിനപ്പെട്ടുകൊണ്ടാണ്. ആ കൃഷിയിടത്തെ മണ്ണ് അതിന്റെ വളക്കൂട് കുറഞ്ഞുകൊണ്ടാണ് ആ മണ്ണിന്റെ ക്വാളിറ്റി കുറയുന്നത്. അപ്പൊ ആ മണ്ണിന്റെ ക്വാളിറ്റി കൂടെ ഇതിന്റെ അത്യാവശ്യമില്ലേ? ഇതിനോട് കൂടെ ചോദിക്കാം എന്നൊരു ചോദ്യം ഇതോടൊപ്പം തന്നെ ചോദിക്കാം. ഞങ്ങള് ഫീൽഡിൽ നേരിട്ട ഒരു പ്രശ്നം, ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ അവര് ഉണ്ടാക്കിയ വിൽപ്പനയുണ്ട്. അവിടെ കുറച്ച് മണ്ണാണ് ഉള്ളത്. അപ്പൊ ചോദിച്ചു, ഞങ്ങള് അല്ലെങ്കിൽ ചോദിച്ചു